ഒരു രാജാവ് തൻ്റെ മകൻ്റെ ജന്മദിനത്തിൽ അമൂല്യമായ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള പല സാധനങ്ങളും വാങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അതിനൊന്നും താൻ ആഗ്രഹിക്കുന്ന വിലയില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് തൻ്റെ മകൻ്റെ ജന്മദിനത്തിൽ മകന് നൽകിയത് അധികം വിലയില്ലാത്ത ഒരു സാധാരണ മോതിരമായിരുന്നു. എന്നാൽ ആ മോതിരത്തിൽ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ള ഒരു വാചകം കുത്തിവച്ചിരുന്നു. ജന്മദിനത്തിൽ മകനെ മോതിരമണിയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചു, നിന്റെ സന്തോഷത്തിൻ്റെ ദിനത്തിലും ദുഃഖത്തിൻ്റെ ദിനത്തിലും നീ ഈ മോതിരത്തിലേക്ക് നോക്കുകയും ഇതിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ അതിയായ സന്തോഷം വരുമ്പോൾ നീ ഒരിക്കലും അഹങ്കരിക്കുകയോ അതിയായ ദുഃഖം വരുമ്പോൾ നിന്നെ തന്നെ മറന്നുകൊണ്ട് അതിൽ ദുഃഖിക്കുകയോ ചെയ്യില്ല. മകൻ ആ മോതിരത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ വായിച്ചു തുടങ്ങി. അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇറ്റ് ഷാൽ പാസ് അവേ, ഇതും കടന്നു പോകും. സ്നേഹം നിറഞ്ഞവരെ, ഇതും കടന്നു പോകും എന്നത് ഒരു ചെറുവാചകമാണെങ്കിലും അതിൽ ഉൾക്കൊള്ളുന്നത് ജീവിതത്തെ വായിച്ചറിയാനുള്ള ആഴമുള്ള ദർശനം തന്നെയാണ്. ഓർക്കുക, ജീവിതം സ്ഥിരമല്ല. ആനന്ദവും വേദനയും വിജയവും പരാജയവും നേടലും നഷ്ടങ്ങളുമെല്ലാം ഒരു യാത്രയിലെ താൽക്കാലിക വഴിത്തിരിവുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ദുഃഖം വരുമ്പോൾ അതിനെ ശാശ്വതം എന്ന് കരുതേണ്ട. സന്തോഷം വരുമ്പോൾ അതിൽ മുഴുകി മനുഷ്യനെന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുത്താനും പാടില്ല. ഓർക്കാം തിരുവചനം: എല്ലാറ്റിനും ഒരു സമയമുണ്ട്. കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 1-4 വാക്യങ്ങൾ.